ഹലോ. എന്നും നമ്മൾ തട്ടിക്കൂട്ടല്ലേ? ഇന്ന് തട്ടിക്കൂട്ടല്ലാത്തൊരു ബിരിയാണി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ ആയില്ലേ അഫില് ഏത് വീഡിയോ എടുത്താലും എവിടെ എന്ത് കഴിക്കാൻ പോയാലും ബിരിയാണി ബിരിയാണി അറിയണ്. അപ്പോൾ വിചാരിച്ച അവനൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ. അതും നല്ല അടിപൊളി ബീഫ് ബിരിയാണി. ഞാൻ ബീഫ് ബിരിയാണി അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കന് അല്ലെങ്കിൽ ചെമ്മീൻ, ഫിഷ് അങ്ങനെയാണ്. ബീഫ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റേതായ ചില പോരായ്മകൾ ഉണ്ടാവും. എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ മാക്സിമം അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ കഴുകി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിലാട്ടോ വെക്കുന്നത്. അത് പറയാൻ മറന്നുപോയി. കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് പോയി കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഭയങ്കരമായിട്ട് നമ്മൾ കറിക്കൊക്കെ വെക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഓവർ കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിതൊന്ന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം തൈരൊക്കെ ഒഴിക്കാൻ, അല്ലെങ്കിൽ ഒരു വെന്ത് പോയൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എന്നിട്ട് തൈര് ഒഴിക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉപ്പച്ചിക്ക് ഈ ഒരു മഞ്ഞ കളറായിട്ട് കിടക്കണത് കാണുന്നത് ഇഷ്ടമല്ല. സോ കുറച്ച് മാത്രം കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ഇടുന്നത്. പിന്നെ ഇത് ഒതൻറ്റിക് അല്ല എന്നൊന്നും പറഞ്ഞു വരാൻ നിൽക്കണ്ട. ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കണ കേട്ടോ, എല്ലാവരും ഉണ്ടാക്കണതല്ലേ ഞാൻ പറയണേ. പിന്നെ അതിലേക്ക് ഉപ്പും മല്ലിച്ചപ്പും കൂടെ ഇടണേ. ബിരിയാണി ഉണ്ടാക്കുന്ന നേരത്തെ ഗരം മസാല കഴിഞ്ഞു എന്ന് ഓർമ്മ വന്നത്. അപ്പം തന്നെ പിടിച്ചുണ്ടാക്കിയതാട്ടോ ഗരം മസാല. വീട്ടിൽ ഞങ്ങളല്ലെങ്കിലും വാങ്ങിയിട്ടല്ല ബിരിയാണിയൊക്കെ ഇടുക, വീട്ടിലുണ്ടാക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ പൊടിച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് അതിലിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ മസാലയിൽ കുറച്ച് പുളി എടുത്ത് നിൽക്കണതാട്ടോ ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി ഒരു 8 വിസിൽ കുക്കറിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് പൂ പോലെ വെന്ത് വന്നിട്ടുണ്ടാവും ബീഫ്. ആ ടൈം കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ചീനച്ചട്ടി വെച്ച് ഓയിലും നെയ്യും ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നൈസായിട്ട്, നമ്മൾ ബിരിയാണിക്ക് ഇത്ര നൈസായില്ലെങ്കിലും നമ്മൾ പൊരിച്ചെടുക്കണ ഉള്ളി അത്യാവശ്യം നല്ലപോലെ നൈസായിട്ടുണ്ടാവണം. അത് നല്ലപോലെ പൊരിച്ചെടുക്കണം. ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി, ഇത് കരിഞ്ഞു പോകും. അനുഭവമുണ്ട്, അതിന് മാത്രം അനുഭവമുണ്ട്. എപ്പോഴും ഇത് ഇരുന്ന് ഇളക്കാവും, പക്ഷേ ടൈം ആകുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, ഒന്ന് തലതിരിയും, കരിഞ്ഞു പോകും. ഇതും ചെറുതായിട്ട് കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും വേഗം എടുത്തു. പിന്നെ നമ്മൾ കലം വെച്ചിട്ട് അതിൽ ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ വേണം അരി ഇട്ട് കൊടുക്കാൻ. ഇത് ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെക്കാനാണ് കേട്ടോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഇതിനെപ്പറ്റി അത്യന്തുനികമായിട്ടൊന്നും വലിയ അറിവില്ല കേട്ടോ. എന്നിട്ടൊരു 90% വേവിച്ചെടുക്കുക. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അവോയ്ഡ് ചെയ്താൽ മതി. ഞാൻ കുറേ നോക്കി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്കാണ്, അതിൻ്റെയാണ്. പിന്നെ അത് 90% വെന്ത ചോറിൽ അരി അത് ഓരോ ലെയറായിട്ട് നമ്മൾ വെന്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാലയൊക്കെ ഇട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് അരി ഇടുക, അതിലേക്ക് ഗരം മസാലയും ഫ്രൈഡ് ഓനിയൻസും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ അടുത്ത ലെയർ. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും മല്ലിച്ചപ്പ് ഇടൂല കേട്ടോ, പക്ഷേ ഞങ്ങളിവിടെ മല്ലിച്ചപ്പ് ഇടാറുണ്ട്. കാരണം ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇത് ലാസ്റ്റ് ലെയറിൽ ഫുള്ളാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടിത് ജസ്റ്റ് ഒരു വിസിൽ അത്ര മതി. അപ്പോഴേക്കും നല്ല അടിപൊളി മണം വരാൻ തുടങ്ങും. നല്ല പോലെ റൈസും ബീഫൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ആ അടപ്പങ്ങോട്ട് തുറക്കണം. അടിപൊളി മണം കേട്ടോ. നമുക്ക് അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. കഴിക്കരുത്, വാ പൊള്ളും, ആക്രാന്തം കാണിക്കരുത് എന്നെ പോലെ. എന്നിട്ട് അത് ഓരോന്നും പതുക്കെ സൈഡിൽ നിന്ന് വേണം എടുക്കാൻ. കുത്തിയെടുത്താൽ നമ്മൾ ആ ചോറ് കുഴഞ്ഞു പോകും. എന്നിട്ട് കുറച്ച് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കണേ.
ചോറും ഈ ബീഫും സെപ്പറേറ്റ് ചെയ്തെടുക്കണേ. കാരണം ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കുക്കറിൽ വിസിലടിച്ച് അങ്ങനെ വെക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളിങ്ങനെ കേട്ടോ വെക്കാറ്. രണ്ടും കൂടെ എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ റൈസും ബീഫും ഒക്കെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിട്ട് ഉണ്ടാവുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മാറ്റിയിട്ട് ലാസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് എല്ലാ റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തേക്കും എത്തുക. അടിപൊളി ടേസ്റ്റാട്ടോ. അങ്ങനെ അഫ്ലുവിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾക്കും ബിരിയാണി കഴിക്കാൻ പറ്റി. സംഭവം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും അച്ചാറും തൈരും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു.